പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും പറഞ്ഞ രണ്ട് ഹദീസുകൾ കാണാം. ആദ്യം ചിരിക്കുകയും പിന്നെ കരയുകയും ചെയ്തു അല്ലാഹുവിന്റെ ഹബീബ്. മഹാനായ അബൂ ഹുറൈറ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, എന്തിനാണ് നബിയെ നിങ്ങൾ ചിരിച്ചത്? ഒരു സദസ്സിൽ സ്വഹാബാക്കളും മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇരിക്കുന്ന ഒരു സദസ്സിൽ നബി തങ്ങൾ വെറുതെ ചിരിച്ചപ്പോ, മുൻപല്ലുകൾ കാണിച്ചുകൊണ്ട് ചിരിച്ചപ്പോ ഉമർ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് നബിയെ നിങ്ങൾ ചിരിച്ചത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഞാൻ നാളെ ആഖിറത്തിലെ ഒരു രംഗം കാണാനിടയായി. എന്റെ സമുദായത്തിലെ രണ്ട് ചെറുപ്പക്കാര് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മുട്ടിലൂടെ ഇഴഞ്ഞു വരുന്ന രണ്ട് ചെറുപ്പക്കാരെ കാണാനിടയായി. ആ രണ്ട് ചെറുപ്പക്കാരും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോൾ ഒരാൾ അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവേ, ഇയാൾ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളാണ്, ഇയാൾ ദുനിയാവിലിരിക്കുമ്പോ എന്നെ ഇൻസൾട്ട് ചെയ്ത ആളാണ്, എന്നെ ചീത്ത പറഞ്ഞ ആളാണ്, എനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ്. അതുകൊണ്ട് ഇയാളിൽ നിന്ന് എനിക്ക് പ്രതികാരമെടുക്കണം റബ്ബേ, ഇയാളിൽ നിന്ന് എനിക്ക് പ്രതികാരമെടുക്കണം അല്ലാ. അപ്പോൾ അല്ലാഹു പറഞ്ഞു, അയാളിൽ നിന്ന് പ്രതികാരമെടുക്കാൻ അയാളിൽ ഒരു നന്മ പോലും ബാക്കിയില്ലല്ലോ. ഒരു നന്മ പോലും ബാക്കിയില്ലാത്ത അയാളിൽ നിന്ന് എങ്ങനെയാണ് പ്രതികാരമെടുക്കുക? പ്രതികാരം എന്ന് പറഞ്ഞാൽ അയാളുടെ നന്മയെടുത്ത് നിങ്ങൾക്ക് നൽകലല്ലേ? അയാളിൽ ഒരു നന്മ പോലും ബാക്കിയില്ല, പിന്നെ എങ്ങനെയാണ് പ്രതികാരമെടുക്കേണ്ടത്? അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്, എന്നാൽ അല്ലാഹുവേ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഹറാമുകളുണ്ട്. ഈ ഹറാമുകൾ കാരണത്താലാണല്ലോ എനിക്ക് സ്വർഗം തടയപ്പെടുന്നത്. ഞാൻ ചെയ്ത ഹറാമുകൾ, ഞാൻ ചെയ്ത തെറ്റുകൾ അയാൾക്ക് കൊടുക്കു റബ്ബേ. ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുവത്രേ. ഹബീബിന്റെ കൺതടങ്ങൾ നിറഞ്ഞു, താടിരോമങ്ങൾ നിറഞ്ഞു. എന്തേ കരഞ്ഞത്? എന്നിട്ട് പറഞ്ഞു, സ്വഹാബ, അവിടുത്തെ കാര്യം വളരെ കഷ്ടമാണ് സ്വഹാബ. അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയമാണ്. സ്വന്തം തിന്മകൾ മറ്റൊരാളുടെ തലയിലിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ആളുകൾ ആഗ്രഹിക്കുന്ന സമയമാണ് സ്വഹാബ. അവിടുത്തെ കാര്യം വളരെ ഗൗരവമാണ് സ്വഹാബ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കരയുകയുണ്ടായി. എന്നിട്ട് പറയാണ്, അപ്പോഴാണ് അല്ലാഹു തആല എന്റെ തെറ്റെടുത്ത്, എന്റെ ഹറാമുകളെടുത്ത്, എന്റെ ദോഷങ്ങളെടുത്ത് അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു പറയാണ്, പൊന്നുമോനെ, ആകാശത്തേക്ക് മുകളിലേക്കൊന്ന് നോക്കൂ മോനെ, മുകളിലേക്ക് നോക്കണം. അപ്പോൾ അയാൾ മുകളിലേക്ക് നോക്കാനിടയായി. മനോഹരമായ സ്വർണ്ണത്താലുള്ളൊരു മൈതാനം, മനോഹരമായ സ്വർണ്ണത്താലുള്ളൊരു മൈതാനം. ആ മൈതാനത്തിൽ നിറയെ സ്വർണ്ണത്താലുള്ള കൊട്ടാരങ്ങൾ. ആ കൊട്ടാരങ്ങളെ അലങ്കരിച്ചിരിക്കുന്നത് മനോഹരമായ രത്നങ്ങൾ കൊണ്ടും പവിഴങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടുമാണ്. ആ മനോഹരമായ സ്വർണ്ണത്താലുള്ള മൈതാനം കണ്ടപ്പോ ഈ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, ആർക്കാണ് ആ സ്വർഗം നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഏത് പ്രവാചകനാണ്? ഏത് സ്വഹാബിക്കാണ്? ഏത് രക്തസാക്ഷിക്കാണ് റബ്ബേ? അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ഇത് പ്രവാചകനല്ല, ഇത് സ്വഹാബിക്കല്ല, ഇത് രക്തസാക്ഷിക്കല്ല, ഇത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്കുമല്ല. ആരാണോ ഇതിന്റെ വില നൽകുന്നത്, ആരാണോ ഇതിന്റെ വില നൽകുന്നത്, ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇതിന്റെ വില നൽകുന്ന ആളുകൾക്ക് ഞാൻ ഈ മനോഹരമായ സ്വർഗത്തിലെ സ്വർണ്ണത്താലുള്ള പട്ടണം നൽകുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ചോദിച്ചു, അല്ലാഹുവേ, അതിന്റെ വില എന്താണ് റബ്ബേ? ഞാൻ വില തന്നാൽ എനിക്കും തരുമോ? എന്താണ് ഇതിന്റെ വില? അപ്പോൾ അല്ലാഹു പറഞ്ഞു, നിനക്കും അത് വാങ്ങിക്കാം, പക്ഷേ അതിന്റെ വില എന്ത്? അതിന്റെ വില അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ആരിൽ നിന്നാണോ നീ പ്രതികാരം വേണമെന്ന് പറയുന്നത്, നിന്നെ നാട്ടിൽ ആക്രമിച്ചതിന്റെ പേരിൽ, നിന്നെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ, നിനക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ, ദുനിയാവിൽ നിന്നോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ അയാളിൽ നിന്ന് പ്രതികാരമെടുക്കാൻ നിന്റെ തെറ്റുകൾ എടുത്ത് അയാൾക്ക് കൊടുക്കണമെന്ന് പറയുന്നില്ലേ? അയാൾക്ക് നീ മാപ്പ് നൽകാൻ തയ്യാറായാൽ ആ മാപ്പാണ് ആ സ്വർഗത്തിന്റെ വില. അയാൾക്ക് മാപ്പ് കൊടുത്താൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നാൽ റബ്ബേ, എന്റെ തെറ്റ് അയാൾക്ക് കൊടുക്കണ്ട, അയാളുടെ നന്മ എനിക്കും വേണ്ട, അയാൾക്ക് ഞാൻ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു ഈ മനുഷ്യനോട് പറയാണ്, എന്നാൽ അയാളുടെ കൈയും പിടിച്ച് രണ്ടുപേരും ആ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ്? തെറ്റ് ചെയ്ത ഒരാൾക്ക് മാപ്പ് കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സ്വർഗം നൽകുകയാണ് ആഖിറത്തിൽ വെച്ച്.
അതല്ലേ അല്ലാഹു പറഞ്ഞത്, വഅഫൂ വസ്ഫഹൂ, നിങ്ങൾ മാപ്പ് നൽകണം, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? നമ്മൾ എത്ര തെറ്റുകളാണ് ചെയ്തത്? പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ നമ്മൾ ചെയ്ത തെറ്റുകൾ എണ്ണിയാൽ എത്ര തെറ്റുകൾ ഉണ്ടാകും? 60 വർഷം ജീവിക്കുന്ന ഒരാൾ 21,500 ദിവസമല്ലേ ജീവിക്കുന്നത്? 60 വർഷം ജീവിക്കുന്ന ഒരാൾ 21,500 ദിവസമല്ലേ ജീവിക്കുന്നത്? ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ അള്ളാഹുവിനെ സമീപിക്കുമ്പോൾ അയാളുടെ തിന്മയുടെ ഏടിൽ 21,500 തെറ്റുണ്ടാവില്ലയോ? ഇനി ഒരു ദിവസം ഒന്നല്ല, ആയിരക്കണക്കിന് തെറ്റ് ചെയ്യുന്ന നമ്മൾ 21,500 ദിവസം ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്ത് നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഈ തെറ്റുകളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരൂലേ? ഇതിനെങ്ങനെയാണ് റബ്ബിനോട് സമാധാനം പറയുന്നത് എന്ന് ആലോചിച്ച് മഹാനായ ഇബ്നു സമ്മർ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് അവിടെ തന്നെ വീണു മരിക്കുകയാണ്. ആലോചിച്ചത് എന്താ? 60 വയസ്സായ ഒരാൾ ജീവിക്കുന്നത് 21,500 ദിവസം. ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ തന്നെ 21,000 തെറ്റായി. എന്നാൽ ഒരു ദിവസം 1000 തെറ്റ് ചെയ്യുന്ന നമ്മൾ 60 വർഷം ജീവിച്ചാൽ എത്ര തെറ്റുണ്ടാകും? അവിടെ തന്നെ ബോധം കെട്ടു വീണു, അവിടെ തന്നെ മരിച്ചുപോയി. ആലോചിക്കേണ്ട വിഷയല്ലേ അല്ലേ? ഇങ്ങനെ ഓരോ ദിവസവും ആയിരക്കണക്കിന് തെറ്റ് ചെയ്യുന്ന നമ്മൾക്ക് അള്ളാഹു പുറത്തു തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അല്ലേ? നമ്മൾ ചെയ്ത തെറ്റൊക്കെ അള്ളാഹു പുറത്തു തരണ്ടേ? അള്ളാഹു തെറ്റുകൾ പുറത്തു തരാതെ ആർക്കെങ്കിലും ഇവിടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളിവിടെ ഇല്ല, ഉറക്കം വരുന്നുണ്ടോ? രാവിലെ എണീറ്റത് മുതൽ കാണുന്നത് ഹറാം, കേൾക്കുന്നത് ഹറാം, പ്രവർത്തിക്കുന്നതും ഹറാം. ഇങ്ങനെ 6000 തെറ്റ് ചെയ്യുന്ന നമ്മൾ എങ്ങനെയാണ് നാളെ രക്ഷപ്പെടുക? ഒരു സ്വലാത്തിന് അള്ളാഹു 10 ദോഷങ്ങളാണ് പുറത്തു തരുന്നത്. 60 തെറ്റിപ്പ് പുറത്തു തന്ന് കഴിഞ്ഞു, അതിൽ സംശയമില്ല. അപ്പൊ 100 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാലോ എത്ര തെറ്റ് പുറത്തുവരും? 1000 തെറ്റ് പുറത്തുവരും. പല രീതിയിലുള്ള ദോഷങ്ങളുണ്ടെന്നാണ്, പല രീതിയിലുള്ള തെറ്റുകളുണ്ട്. ചില തെറ്റുകൾ സ്വലാത്ത് ചൊല്ലിയാലാണ് പുറത്തു തരിക. ചില തെറ്റുകൾ പുറത്തു തരുന്നത് സ്വതക്ക കൊടുക്കുമ്പോഴാണ്. ചില തെറ്റുകൾ പുറത്തു തരുന്നത് ഹജ്ജ് ചെയ്യുമ്പോഴാണ്. ചില തെറ്റുകൾ ഉംറ, ചില തെറ്റുകൾ നിസ്കരിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ ഓരോ തെറ്റുകൾ ഓരോ രീതിയിലാണ് പൊറുക്കപ്പെടുക. എന്നാൽ ഹജ്ജ് കൊണ്ടോ ഉംറ കൊണ്ടോ സ്വതക്ക കൊണ്ടോ നോമ്പ് കൊണ്ടോ സക്കാത്ത് കൊണ്ടോ നിസ്കാരം കൊണ്ടോ അള്ളാഹു പുറത്തു തരാത്തൊരു പാപമുണ്ട്. പിന്നെങ്ങനെയാ പാപം പുറത്തു കിട്ടുക? എങ്ങനെയാ? റമദാന الهموم في طلب المعيشة الهموم في طلب المعيشة ജോലി ചെയ്യുമ്പോഴുണ്ടാകുന്ന വിഷമം, ബിസിനസ് നടത്തുമ്പോഴുണ്ടാകുന്ന ടെൻഷൻ ഇല്ലേ? ബിസിനസ് ഉണ്ടാകുമ്പോൾ ടെൻഷൻ ഇല്ലേ? നമ്മളൊക്കെ വിചാരിക്കാർക്ക് വലിയ സുഖമാണ്. ബിസിനസ്സുകാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. വലിയ പൈസ കൂടുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടും. പൈസ കൂടുന്നതിനനുസരിച്ച് ടെൻഷൻ കൂടും. പിന്നെ ഒരാൾക്ക് മാഷാ അല്ലാഹ് എനിക്കൊരു 5-6 ലക്ഷം മാസത്തിൽ വരുമാനമുണ്ട്, ഇനി എനിക്ക് കൂടുതലൊന്നും വേണ്ട, ഇതന്നെ നിലനിന്നാൽ മതി, അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. അവർക്ക് ഉള്ളതിൽ തൃപ്തിയുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കൂട്ടാണ്, ഇനിയും കൂടട്ടെ എന്ന് വിശ്രമമില്ലാതെ ഓടാണ്. ഇത്തരം ആളുകൾക്ക് ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ടെൻഷനുകൾ, രാവിലെ എണീറ്റ് കൂലിപ്പണിക്ക് പോകണം, ശക്തമായ ചുട്ടുപൊള്ളുന്ന ഈ വെയിലത്ത് പിക്കാക്സും കൈക്കോട്ടും എടുത്ത് നമ്മുടെ പാടങ്ങളും പറമ്പുകളും വെട്ടണം. അല്ലെ? നമ്മൾ വിചാരിക്കുന്നത് ഒരു ക്ഷീണാണ്. 2 നിലയും 3 നിലയും 10 നിലയൊക്കെയുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി പെയിന്റ് അടിക്കണം, ടേപ്പ് ചെയ്യണം. വലിയ റിസ്ക് അല്ലേ? റിസ്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാട്ടുകാരെ, നമ്മുടെ മക്കളെ വളർത്താനും പോറ്റി വളർത്താനും വേണ്ടി അധ്വാനിക്കുന്ന ഈ അധ്വാനത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ക്ഷീണം കാരണം, നമ്മൾക്കുണ്ടാകുന്ന ടെൻഷൻ കാരണം അള്ളാഹു ഒരുപടി ദോഷങ്ങൾ പുറത്തു തരുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹജ്ജ് ചെയ്താൽ ഇത് പുറത്തു കിട്ടൂല, ഉംറ ചെയ്താലും പുറത്തു കിട്ടൂല, നോമ്പ് നോറ്റാലും പുറത്തു കിട്ടൂല, സ്വതക്കയിലും പുറത്തു കിട്ടൂല. ചില ദോഷങ്ങൾ പുറത്തു തരുന്നത് ജോലിയിലുള്ള ക്ഷീണമാണ്, കച്ചവടങ്ങളിലുള്ള ക്ഷീണമാണ്, മഈശത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾക്കിടയിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങൾ കാരണം അള്ളാഹു ഒരുപാട് ദോഷങ്ങൾ പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അപ്പൊ ഇവിടെ 6 സ്വലാത്തിന് 60 തെറ്റുകൾ പുറത്തു തന്നു. അത് മാത്രമല്ല 6 സ്വലാത്തിന് 6 മലക്കുകളെ അള്ളാഹു നിയമിച്ചിരിക്കുകയാണ്. എല്ലാ ആളുകൾക്കും 6 മലക്കുകളെ അള്ളാഹു നിയമിച്ചിരിക്കുകയാണ്. വക്കലല്ലാഹു മലക്കൻ, ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കും ഒരു സ്വലാത്തിന്. എന്താണ് ആ മലക്കിന്റെ പണി? ഖിയാമത്ത് നാൾ വരെ ആ മലക്കിന്റെ പണി ഈ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, അയാൾക്ക് നീ പുറത്തു കൊടുക്കു റബ്ബേ. അതുകൊണ്ട് ഒരു സദസ്സ് കഴിയുമ്പോൾ 100 സ്വലാത്ത് ചൊല്ലിയാൽ 100 മലക്കുകളെ നിയമിക്കാൻ നമ്മൾക്ക് കഴിയും. ആ 100 മലക്കുകളും ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഒരു ദിവസം 100 സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾ രാത്രിയിൽ 100 സ്വലാത്ത്, രാവിലെ 100 സ്വലാത്ത്, അങ്ങനെ 200 സ്വലാത്ത് മിനിമം ചെല്ലുന്നുണ്ടെങ്കിൽ 200 മലക്കുകൾ ദിനേന അള്ളാഹു നമ്മൾക്ക് വേണ്ടി നിയോഗിക്കുകയാണ്. ആ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നമ്മൾക്ക് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് ഈ മലക്കുകളുടെ പണി. അതുകൊണ്ട് ഒരുപാട് മലക്കുകളെ ഉണ്ടാക്കിക്കോളൂ. ഖിയാമത്ത് നാൾ വരെ മരിച്ച് ഖബറിൽ കിടന്നാലും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് മലക്കുകളെ നിയോഗിച്ചോളൂ. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകട്ടെ. അതുകൊണ്ട് ഫഅഫു വസ്ഫഹു, നിങ്ങൾ മാപ്പ് നൽകണം, വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലയോ? അല്ലാഹു മാപ്പ് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്കും മാപ്പ് നൽകണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച മനോഹരമായ ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചാൽ ആ ഹബീബ് പറഞ്ഞത് നുണയല്ല എന്നറിയാം, ഇത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷെ നമ്മുടെ വിശ്വാസത്തിലുള്ള എന്തോ ഒരു കുറവാണ്. നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ, ഈ വിഷയങ്ങൾക്ക് നമ്മൾക്ക് താല്പര്യമില്ലാത്തത് നമ്മുടെ വിശ്വാസത്തിലുള്ള എന്തോ ഒരു കുറവാണത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങനെ അതിരറ്റ് സ്നേഹിക്കുന്ന ഹബീബ് പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതുപോലെ സംഭവിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് സ്വതക്ക കൊടുക്കാൻ ഒരു മടിയുണ്ടാവൂല, ചെലവഴിക്കാൻ ഒരു മടിയുണ്ടാവൂല. 1 ലക്ഷം കൊടുത്താലും 1 കോടി കൊടുത്താലും അതൊക്കെ നമ്മുടെ വരുമാനത്തിൽ കണ്ട് ആസ്വദിക്കാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരായ സ്വഹാബാക്കളും നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന രീതിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വായിഫിന്റെ മണലാരുണ്യത്തിൽ വളരെ നിഷ്ഠൂരമായി ആളുകളൊക്കെ കല്ലെറിഞ്ഞ്, കാലിലേക്കും ശരീരത്തിലേക്കും കല്ലെറിഞ്ഞ് രക്തം വാർന്നൊലിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം കെട്ട് നിലത്ത് വീഴുകയുണ്ടായി. നമ്മൾക്കറിയാമത്. അബൂ ത്വാലിബ് ലോകത്തോട് ഇവിടെ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ്, ഖദീജ ബീവി, നബി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന പല ആളുകളും ലോകത്തോട് വിട പറഞ്ഞപ്പോ മക്ക മുശ്രിക്കീങ്ങൾ വളരെ മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ത്വായിഫിലേക്ക് ഇറങ്ങിയത്. ആ സമയത്താണ് വളരെ മുഷ്ഠൂരമായി കല്ലുകൾ എറിഞ്ഞ്, മരങ്ങൾ എറിഞ്ഞ്, കൂകി വിളിച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ നേരിട്ടത്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് ബോധം കെട്ട് നിലത്ത് വീണ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഒരു മലക്കുണ്ട് ഹബീബിനെ കാത്തിരിക്കുന്നുണ്ട്. ആ മലക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചില്ലയോ, യാ റസൂലല്ലാഹ്, ഈ നാട്ടുകാർ നിങ്ങളോട് ചെയ്തത് അല്ലാഹു കണ്ടിരിക്കുകയാണ്, അല്ലാഹു അറിഞ്ഞിരിക്കുകയാണ്. ഈ നാട്ടുകാരെ എല്ലാവരെയും ഈ പർവ്വതം ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി അവരുടെ തലയിലേക്കിട്ട് ചതച്ച് ഞാൻ കൊല്ലട്ടെയോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ഇവര് മരിച്ചിട്ട് എനിക്കെന്ത് കാര്യം, ഇവര് നശിച്ചിട്ട് എനിക്കെന്ത് കാര്യം? ഈ നാട്ടുകാരെല്ലാവരെയും പർവ്വതം കൊണ്ടുപോയി തലയിലിട്ട് ചതച്ച് ചമ്മന്തിയാക്കി, എനിക്കെന്ത് കാര്യം? അവര് മരിച്ചുപോയി, എനിക്കൊരു കാര്യമില്ലല്ലോ. ഒരാളുടെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാൾ ബിസിനസ്സിൽ ഉഷാറാകുമ്പോ അസൂയ വെക്കാറുണ്ട്. നമ്മൾക്കിപ്പോ ഇതിനെന്താ, അയാൾക്ക് പൈസ കിട്ടി നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമ്മൾക്ക് കുറഞ്ഞാലല്ലേ നമുക്ക് നഷ്ടമുള്ളൂ. അയാൾക്ക് ഉഷാറായിട്ട് കിട്ടിക്കോട്ടെ, നമ്മൾക്കും അതുപോലെ കിട്ടട്ടെ. അപ്പൊ നമ്മൾ മറ്റൊരാൾ വളരുന്നതിൽ നമ്മൾ അസൂയ വെച്ചിട്ടൊരു കാര്യമില്ല. ഇതേപോലെ ഇവര് മരിച്ചിട്ട് എനിക്ക് കാര്യമില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇവരിൽപ്പെട്ട ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതാണ് എനിക്ക് നല്ലത്. അഥവാ ഇവർ മരിച്ചാൽ എല്ലാവരും നരകത്തിലാണെന്ന് ഉറപ്പാണ്.
നിങ്ങൾ ഇവരെല്ലാവരെയും പർവ്വതം തലയിലേക്കിട്ട് ചതച്ചു കൊന്നാൽ ഇവരെല്ലാവരും നരകത്തിലാണ് എന്നുറപ്പു തന്നെയാണ്. എന്നാൽ ഇവരെ നിങ്ങൾ കൊല്ലാതെ വിട്ടേക്കണം, ഇവരെ നിങ്ങൾ ദ്രോഹിക്കരുത്, ഇവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അതിന് പകരം ശേഷം ഇവര് അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെ മക്കളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സത്യം മനസ്സിലായി പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നാൽ അതല്ലേ എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നല്ലത്. ഒരാൾ നന്നായാൽ അതല്ലേ എനിക്ക് നല്ലത്. അതുകൊണ്ട് ഇവരെ ശിക്ഷിക്കരുത്, ഇവരെ നശിപ്പിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സംഭവമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജൂതന് അല്പം ദീനാറുകൾ കടം കൊടുത്തിരുന്നു. ജൂതൻ അല്പം ദീനാർ കടം കൊടുത്തിരുന്നു. സുബഹി നിസ്കാരത്തിന് കഴിഞ്ഞ ഉടനെ ജൂതൻ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, എടുക്ക്, ഞാൻ തന്ന കടം ഇങ്ങോട്ട് സമയായില്ലേ. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതനോട് പറഞ്ഞു, നിങ്ങളുടെ കടം തരാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾക്ക് തരാനുള്ള ക്യാഷ് എന്റെ കയ്യിലില്ല, നിങ്ങൾക്ക് തരാനുള്ള തുക എന്റെ കയ്യിലില്ല. ജൂതൻ പറഞ്ഞത് പറഞ്ഞാ പറ്റൂല, അത് പറഞ്ഞാൽ പറ്റൂല. നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, കടം വാങ്ങിച്ച് തിരിച്ചു തരാതെ പറ്റിക്കുന്ന ആളാണ്. മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എനിക്ക് തരാൻ കഴിവില്ലാഞ്ഞിട്ടാണ്. അപ്പൊ ജൂതൻ പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും, എന്നാൽ ഞാൻ നിങ്ങൾ തരുന്നത് വരെ നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഞാനും നിന്റെ കൂടെ ഇരിക്കാം. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ്. ളുഹ്ർ നിസ്കാരമായി, ജൂതൻ പോയില്ല. അസർ നിസ്കാരമായി, ജൂതൻ പോയില്ല. മഗ്രിബായി, ജൂതൻ പോയില്ല. ഇശായി, ജൂതൻ പോയില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ അവിടെ നിന്ന് അനങ്ങാനും ജൂതൻ വിട്ടില്ല. ഒരേ സ്ഥലത്ത് നിന്ന് ളുഹ്ർ നിസ്കരിച്ചു, അതേ സ്ഥലത്ത് നിന്ന് അസർ, അതേ സ്ഥലത്ത് നിന്ന് മഗ്രിബ്, ഇശാ, അതേ സ്ഥലത്ത് നിന്ന് പിറ്റേ ദിവസത്തെ സുബഹിയും നിസ്കരിച്ചു. ജൂതൻ അല്ലാഹുവിന്റെ ഹബീബിനെ വിടുന്ന ചിന്തയിലില്ല, വിടുന്ന ഏർപ്പാടിലില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞു. പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചിങ്ങനെ പകലിങ്ങനെ കടന്നു വരുമ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ഇത് കണ്ട് വിഷമമായി. സ്വഹാബാക്കൾ ജൂതനോട് വളരെ മോശമായി പെരുമാറാൻ തുടങ്ങി, ജൂതനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ ആരോടാണ് കളിക്കുന്നതെന്നറിയോ, നീ ആരോടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നറിയോ, ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്, നിന്റെ കടം തന്നു എന്ന് പറഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടിക്കുകയോ ഇങ്ങനെ പേടിപ്പിക്കുകയോ. അങ്ങനെ ജൂതനോട് മോശമായി പെരുമാറിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, ഇന്നമാ ബുഇസ്തു മുയസ്സിറൻ വമാ ബുഇസ്തു മുഅസ്സിറാ. ഞാൻ അല്ലാഹു എന്നെ ഇവിടേക്ക് നിയോഗിച്ചത് ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ്, ജനങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. കടം ചോദിച്ചു വരുന്ന കടം തന്ന് അത് തിരിച്ചു നൽകാൻ കഴിയാതെ അത് ചോദിച്ചു വന്ന ജൂതനോട് മോശമായിട്ട് പെരുമാറാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് ആരാ സമ്മതം തന്നത്? ഇങ്ങനെയുള്ള ആളുകളോട് വളരെ മാന്യമായി പെരുമാറണമെന്നാണ് അല്ലാഹുവിനോട് പറഞ്ഞത്. ഇത്തരം ആളുകളോട് മോശമായി പെരുമാറരുത്. ഇയാൾ എന്നെ സഹായിച്ചു, തിരിച്ചു നൽകാൻ എനിക്ക് കഴിവില്ല, എന്നിട്ട് ഇയാളോട് മോശമായി പെരുമാറുകയോ. അല്ലാഹു എന്നെ ജനങ്ങളിലേക്ക് അയച്ചത് ജനങ്ങൾക്ക് എളുപ്പം നൽകാനാണ്, ജനങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. അപ്പോഴേക്കും ആ ജൂതൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് അങ്ങയെ കൊണ്ട് വിശ്വസിച്ച് മുസ്ലിമാവുകയാണ്. കാരണം ഞാൻ തൗറാത്ത് ഓതിയ ആളാണ്, ഇഞ്ചീൽ ഓതിയ ആളാണ് ഞാൻ. അതിൽ നിന്ന് എനിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് വരുമെന്ന്, മക്കയിലാണ് ജനിക്കുക, മദീനയിലേക്ക് ഹിജ്റ വരുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. സ്വൽസ്വഭാവക്കാരനാണ്, ആളുകളോട് മാന്യമായി പെരുമാറുന്ന ആളാണ്, മോശത്തരങ്ങളില്ല, ദുഷ്ട സ്വഭാവങ്ങളില്ല, വളരെ മാന്യതയുള്ള ആളാണ് എന്നുള്ള നിങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിശേഷണം നിങ്ങളിൽ ഉണ്ടോ എന്നറിയാനാണ് നിങ്ങളുടെ കൂടെ ഒരു ദിവസം ഞാൻ നിന്നത്.
എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഞാൻ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്യുകയാണ്. എനിക്ക് നിങ്ങൾ കടം തിരിച്ചു തരേണ്ട. ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും ദീനിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി ഞാൻ സംഭാവന ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹിതമായ ഉത്തമമായ സ്വഭാവം കൊണ്ടല്ലയോ? അല്ലയോ? ഉത്തമമായ സ്വഭാവം കൊണ്ടല്ലയോ? നേരെ മറിച്ച് എന്റെ അടുത്ത് കടം തരാനില്ല, മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞ് കൊട്ടേഷൻ ഇടുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശത്രുവായി മാറുകയല്ലേ ഉണ്ടാവുക? അള്ളാഹുവിന്റെ ഹബീബിന്റെ കൊടിയ ശത്രുവായി മാറുകയല്ലേ സംഭവിക്കുക? അതിനു പകരം മുസ്ലിമായി ഹബീബിന്റെ കൂട്ടുകാരനായി മാറിയത് ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് വളരെ മാന്യമായി പെരുമാറിയത് കൊണ്ട് ഒരാളും കൂടി ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം തിരിച്ചറിയാനായി, ഇസ്ലാമിന്റെ പ്രകാശം ഒരാൾക്കും കൂടി ലഭിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഒരു അനുഭവം നമ്മൾക്കാണുള്ളതെങ്കിൽ കടം കൊടുത്ത ഒരാൾ ഇന്നാലിന്ന് ഫെബ്രുവരി 10-ാം തീയതി കടം തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. 10-ാം തീയതി പോയപ്പോൾ അയാൾ കടം തന്നില്ല. നമ്മൾ എങ്ങനെയാണ് അയാളോട് പെരുമാറുക? നമ്മുടെ സ്വഭാവം എന്തായിരിക്കും മുഅ്മിനീങ്ങളെ? അത്തരം ആളുകളോട് വളരെ മാന്യമായി, ഇസ്ലാമിന്റെ സംസ്കാരം ഇതാണ്, ഇസ്ലാമിന്റെ സ്വഭാവം ഇതാണ്, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചത് ഇതാണ്. ഈ ഒരു രീതിയിൽ പെരുമാറിയാൽ ലോകത്ത് ഇന്ന് ഇസ്ലാമിനെതിരെ ഒച്ചവെക്കുന്ന ആളുകൾ, ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയുന്ന ആളുകൾ, ഇസ്ലാം ഭീകരവാദമാണെന്ന് പറയുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാവൂലേ? ഇന്ന് മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ, മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ, പ്രഭാഷണം നടത്തുന്നവർ, എഴുതുന്നവർ, അതിനുവേണ്ടി ഒത്താശ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ നമ്മുടെ മാന്യമായ സ്വഭാവം നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് നല്ലത് മനസ്സിലാക്കാൻ അവസരമുണ്ടാകുമായിരുന്നില്ലയോ? നമ്മുടെ മോശപ്പെട്ട സ്വഭാവമല്ലേ അവർ നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ എല്ലാവരുമായി വളരെ മാന്യമായി പെരുമാറാൻ ശ്രമിക്കണം. അവിടെ മതത്തിന്റെ വേലികെട്ടില്ലല്ലോ, മതങ്ങളുടെ വേലികെട്ടുകളില്ലല്ലോ. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നീ ഒരു യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുസ്ലിമാ, വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുസ്ലിമാ. നീ ഒരു മുസ്ലിം ആവണമെങ്കിൽ നിന്റെ തലപ്പാവല്ല ഐഡന്റിറ്റി, നിന്റെ കന്തൂറയല്ല, നിന്റെ താടിയല്ല, നിന്റെ പേരല്ല, നീ ഒരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിന്റെ അയൽവാസികൾ പറയണം നീ സൽസ്വഭാവക്കാരനാണെന്ന്. നിന്റെ അയൽവാസികളിൽ ഹൈന്ദവനുണ്ടാകും, ക്രൈസ്തവനുണ്ടാകും, സിറ്റുകാരനുണ്ടാകും, വ്യത്യസ്തരായ പാർട്ടിക്കാരുണ്ടാകും, മതക്കാരുണ്ടാകും. നിന്റെ വീടിന്റെ അയൽപക്കങ്ങളിലുള്ളവർ നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ മാത്രമേ നീ ഒരു യഥാർത്ഥ മുസ്ലിമാവുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളങ്ങനെ പറയിപ്പിക്കാറുണ്ടോ മുഅ്മിനെ? നമ്മളങ്ങനെ പറയിപ്പിക്കാറുണ്ടോ? നമ്മുടെ അയൽവാസിയായ ഹൈന്ദവൻ നമ്മളെ കുറിച്ച് നല്ലത് പറയുമോ അല്ല ചീത്തയാണോ പറയുക? നമ്മുടെ അയൽവാസിയായ ക്രൈസ്തവൻ നമ്മെ കുറിച്ച് നല്ലതാണോ പറയുക അല്ല ചീത്തയാണോ പറയുക? ചീത്തയാണ് പറയുന്നതെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്, ഇസ്ലാമിന്റെ പ്രശ്നമല്ല, മുസ്ലിമീങ്ങളുടെ പ്രശ്നമല്ല, അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്. നമ്മൾ കാരണം ഇസ്ലാമിന്റെ വെളിച്ചം കാണുന്നതിൽ നിന്ന് ഒരാളെ നമ്മൾ തടഞ്ഞു എന്നല്ലാതെ അതിന്റെ കുറ്റക്കാര് നമ്മളാണ്, അതിന്റെ തെറ്റുകാര് നമ്മളാണ്. അതുകൊണ്ട് അയൽവാസി ഏത് മതക്കാരായാലും, ഏത് വിഭാഗക്കാരായാലും, ഏത് പാർട്ടിക്കാരായാലും, ഏത് സംഘടനക്കാരായാലും അവർക്കൊക്കെ നമ്മളോട് നല്ല അഭിപ്രായം, നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ പെരുമാറണം, അവരെ സഹായിക്കണം. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ സ്വന്തം സഹോദരങ്ങളെ പോലെ അവരെ സഹായിക്കണം. അവിടെ മതം നോക്കരുത്, അവിടെ വർഗം നോക്കരുത്, അവിടെ സംഘടന നോക്കരുത്, അവിടെ പാർട്ടി നോക്കരുത്, അവിടെ ഒന്നും നോക്കാനില്ല. അയൽവാസി നിന്റെ സ്വന്തമാണ്. നീ ഒരു യഥാർത്ഥ മുഅ്മിനാവണമെങ്കിൽ, യഥാർത്ഥ സത്യവിശ്വാസിയാവണമെങ്കിൽ നീ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കണം. നിന്റെ വീട്ടിലേക്ക് ഒരു വണ്ടി കയറാനുള്ള വഴി വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അയൽവാസിക്കും അതുപോലെ വഴി വേണമെന്ന് നിന്റെ മനസ്സിലുണ്ടാവണം. അയൽവാസിയുടെ വീട്ടിലേക്ക് പോകാൻ നിന്റെ വഴി നൽകേണ്ടി വരുമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വരാൻ വഴി വേണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ അയൽവാസിക്ക് നിന്റെ സ്ഥലം കൊടുത്തു നീ വഴി നൽകണം. എന്നാലേ നീ യഥാർത്ഥ സത്യവിശ്വാസിയാവുകയുള്ളൂ, ഒരു മുഅ്മിനാവുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ മുഅ്മിനാണോ? ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ മുഅ്മിനാകുമോ?
നമ്മളൊക്കെ മുഅ്മിനാകുമോ? സഹോദരങ്ങളെ, സഹോദരിമാരെ, വഴി നൽകാതെ മയ്യിത്ത് കട്ടില് പോലും ഒരു ചുമരിലേക്ക് ഏണിവെച്ച് കോണിവെച്ച് ഇതേപോലെയുള്ള ഒരു ബൗണ്ടറിയുടെ മുകളിലേക്ക് മയ്യിത്ത് കട്ടിൽ കോണിവെച്ച് കയറി വീട്ടിലേക്ക് കൊണ്ടുപോയി ജനാസ കൊണ്ടുപോയ രംഗം പത്രങ്ങളിൽ നിന്ന് വായിച്ചവരാണ് നമ്മൾ. അയൽവാസികൾ മുസ്ലിമാണത്രേ. എന്ത് മുസ്ലിം പേരുണ്ടെങ്കിലും മതിയോ? അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ ശ്രദ്ധിക്കുന്ന മുഴുവൻ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മുസ്ലിമാണ് എന്ന് പേരുകൊണ്ട് മുസ്ലിമായാൽ മാത്രം പോരാ. തുംകോ അസ്ലാഫ് സെ ക്യാ നിസ്ബത്ത് റൂഹാനി ഹേ, तुम मुसलमान है और अंदाज मुसलमानी है. നീ മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? മുസ്ലിം നിന്റെ മുൻകാലത്തുള്ള മുസൽമാനുമായി എന്ത് ബന്ധമാണ് നിനക്കുള്ളത്? ക്യാ നിസ്ബത്ത് റൂഹാനി ഹേ, നിനക്ക് നിന്റെ പ്രപിതാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? തുജേ ആബാസെ അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി, നിനക്ക് നിന്റെ പ്രപിതാക്കളുമായി എന്ത് ബന്ധമാണുള്ളത്? സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവരുതേ. നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് വണ്ടി വരുന്നത് പോലെ നിന്റെ അയൽവാസിയുടെ മുറ്റത്തേക്കും വണ്ടി പോകാനുള്ള സംവിധാനം സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നീയാണ്. അപ്പങ്ങാനും വില ചോദിച്ചാല് 10 രൂപയുള്ള സ്ഥലത്തിന് 10 ലക്ഷം വില പറയും. ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു സ്ഥലം വേണം, ഒന്ന് തരുവോ? തരാം. ആകെയുള്ളത് 50,000 സെന്റിന് 2 ലക്ഷം തന്നാ തരാം. ഇതാണോ ഇസ്ലാം? ഇതാണോ മുസ്ലിം? അവർക്ക് കൊടുത്താൽ നിനക്ക് എന്താണ് ഇവിടെ നഷ്ടപ്പെടാനുള്ളത്? എന്താണ് മുഅ്മിനീങ്ങളെ നഷ്ടപ്പെടാനുള്ളത്? നിന്റെ ഇസ്സത്ത് കൂടുകയാണ്, നിനക്ക് അല്ലാഹു അഭിവൃദ്ധി നൽകുകയാണ്, നിന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കുകയാണ്. അവിടെയും നിങ്ങൾ മതം നോക്കല്ല, അവിടെയും നിങ്ങൾ സംഘടന നോക്കല്ല, അവിടെ നിങ്ങൾ മുസ്ലിമാണോ അല്ലേ, കുടുംബക്കാരാണോ അല്ലേ എന്ന് നോക്കല്ല. നിന്റെ അയൽവാസികൾ ആരായാലും നീ ഇഷ്ടപ്പെടുന്നത് അവർക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിച്ചാലേ നീ യഥാർത്ഥ മുഅ്മിനാവുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് ഇസ്ലാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കച്ചവടം എന്തോ ഒരു വസ്തു വാങ്ങാൻ, വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തോ ഒരു വസ്തു വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് വന്നതാണ്. തലപ്പാവിന്റെ അടിയിൽ അല്പം ദീനാറുകൾ വെച്ചിരുന്നു. തലപ്പാവിന്റെ അടിയിൽ അല്പം ദീനാറുകൾ വെച്ചിരുന്നു. ആ ദീനാറെടുത്ത്, തലപ്പാവിന്റെ അടിയിലുള്ള ദീനാറെടുത്ത് വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം വാങ്ങി ആ ദീനാറെടുക്കാൻ വേണ്ടി തലപ്പാവ് അഴിച്ചു നോക്കിയപ്പോൾ താൻ വെച്ച തുക അവിടെ കാണാനില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോ പല ആളുകളും പല സ്ഥലത്തെ പൈസ സൂക്ഷിക്കുക. ചില വയസ്സന്മാരൊക്കെ ഉണ്ട്, ഒരു ട്രൗസർ ഇട്ടിട്ട് അങ്ങാടി നക്കം തുണിയൊക്കെ മടക്കി കുത്തിട്ട് പൈസ എടുക്കുന്ന ആളുകൾ, ഔറത്തൊക്കെ കാണിച്ചിട്ട്. അങ്ങനെ ചില ആളുകളുണ്ട് വയസ്സന്മാരെ. അവർക്ക് ഇത്ര ആളുകൾ കാണുന്നുണ്ട്, അത് ഔറത്താണ്, അത് കാണിക്കരുത്, ഹറാമാണെന്നുള്ളത് അറിഞ്ഞിട്ടോ അറിയാതെ, അല്ലാഹു അലം. മുട്ടിന് മുകളിലുള്ളത് ഹറാമാണ്. മുട്ട് പൊക്കിളിന്റെ ഇടയിൽ നമ്മുടെ ഔറത്താണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തുണിയൊക്കെ മടക്കി കുത്തി ആ പഴയ ട്രൗസറൊക്കെ ഇട്ട് അതിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് മീൻ വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. ചെയ്യരുത്, ഹറാമാണ്. പിന്നെ ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാര് ഹാഫ് ട്രൗസർ ഇട്ട് കളിക്കരുത്, ഹറാമാണ്. മുട്ടും മറിയണം, പൊക്കിളും മറിയണം. പൊക്കിള് മുതൽ മുട്ടിന്റെ താഴെയുള്ള ട്രൗസർ ഇട്ട് ഫുട്ബോൾ കളിച്ചോളി, കുഴപ്പമില്ല. ഹാഫ് ട്രൗസർ ഇട്ട് കളിക്കരുത്, ഹറാമാണ്. എത്ര ആളുകളെ തൊട കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിന്റെ ശിക്ഷ കിട്ടുക. 10 ആളുകൾ 11 ആള് 22 ആള് കളിക്കുമ്പോ 21 ആള് നിന്റെ തൊട കാണുന്നവരാണ്. 22 പേരുടെയും ഹറാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് ഔറത്ത് വളരെ കാര്യമായി സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഔറത്ത് വെളിവാക്കി നമ്മൾ കളിക്കരുത്. അപ്പൊ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പൈസ സൂക്ഷിച്ചത് ഇവിടെയാണ്, തലപ്പാവിന്റെ അടിയിലാണ്. തലപ്പാവ് എടുത്തു, പൈസ കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഞാൻ വരുമ്പോൾ ഈ തുക എന്റെ തലപ്പാവിന്റെ താഴെ വെച്ചിട്ടാണ് ഞാൻ വന്നത്, ഇപ്പോൾ കാണാനില്ല. ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ആരാ? നബി തങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുത്തിരുന്ന ആളാണ്. നബി തങ്ങൾക്ക് ഖുർആൻ ഓതാൻ പറയും, ഓതി കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കണ്ണ് നിറയെ കരയുമായിരുന്നു.
ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് ഓതി തരാനാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഓതി തരാനാണോ നിങ്ങൾ പറയുന്നത്? അതെ, ഞാൻ കേൾക്കട്ടെ ഇബ്നു മസ്ഊദ്, ഞാൻ കേൾക്കട്ടെ ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് തങ്ങൾ വളരെ മനോഹരമായി ഓതാൻ തുടങ്ങിയപ്പോ മഹാനായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖിം കമാ ഉമിർത എന്നുള്ളൊരു ആയത്ത് വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞ് 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 കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകിയതൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ, ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗക്കാരനാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ച മഹാനുകൂടിയാണ്. ഈ കാല് സ്വർഗ്ഗത്തിലേക്കുള്ള കാലാണ് എന്ന് ഇതിന് തത്തുല്യമായ ഒരു ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ ക്യാഷ് ആരോ മോഷ്ടിച്ചു എന്നറിഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഖത്അ യദസ്സാരിഖില്ലദീ അഖദഹാ, അല്ലാഹുവേ ആ മോഷ്ടാവിന്റെ കൈ നീ മുറിച്ചു കളയണേ അല്ലാ, കൈ നീ പൊളിച്ചു കളയണേ അല്ലാ, മോഷ്ടാവിന്റെ കൈ നീ പൊളിച്ചു കളയണേ റബ്ബേ. കൂടെയുള്ള ആളുകളെല്ലാം ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഇബ്നു മസ്ഊദിന്റെ ക്യാഷ് മോഷ്ടിക്കുകയോ, ജുമഅക്ക് ഖതീബ് പള്ളിയിലേക്ക് പോകുമ്പോൾ ഫോൺ മോഷ്ടിക്കുന്ന ആളുകളുണ്ട്, ഇല്ലേ ഇല്ലേ? ജുമഅക്ക് ഉസ്താദും ഖതീബൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ ഉസ്താദിന്റെ റൂം കുത്തി തുറന്നിട്ട് ലാപ്ടോപ്പ്, മൊബൈല്, പേഴ്സ്, പൈസ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആളുകളില്ലേ? അതുപോലെ മക്കാമിലെ ഭണ്ഡാരപ്പട്ടി കുത്തി തുറന്ന് അതിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളുകളില്ലേ? ഇവർക്കൊക്കെ എന്ത് ദീന് അല്ലെ? എടുത്തിട്ട് നമ്മളെ പള്ളി, എൻ്റെ നാട്ടിലൊരു പള്ളി, എൻ്റെ നാടെന്ന് വെച്ചാൽ ചെറിയൊരു നാടാണ്, 30 വീടുള്ളൂ. അപ്പോൾ അതിൽ 10 വീട്ടുകാരൊരു ആവറേജ് ആളുകളാണ്. അതിൻ്റെ പുനർനിർമ്മാണം മദ്രസ പള്ളിയുടെ ഒക്കെ പഴയ 250 വർഷം പഴക്കമുള്ള പള്ളി, ഒരു 30 വർഷം പഴക്കമുള്ള മദ്രസൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ പുതുക്കി പണിയുമ്പോൾ നമ്മൾ എവിടുന്ന കുറച്ച് പൈസക്ക് പണിയെടുക്കുന്ന ആളെന്നല്ല നോക്കുക. ഒരു ബംഗാളിയെ കൊണ്ടുവന്നു, ബംഗാളിയോട് പറഞ്ഞു, മസ്ജിദ് ഹേ പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, പൈസ കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള ഒരാൾ ചോദിക്കുകയാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി എടുത്തിട്ട് ളുഹർ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് വന്നിട്ടില്ല, അസ്ർ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് വന്നിട്ടില്ല, നിസ്കരിക്കാത്ത ഈ ബംഗാളിയോട് നീ അള്ളാന്റെ പള്ളിക്ക് ഓർക്കണം എന്ന് പറഞ്ഞവർ കുറിച്ച് വരുമെന്ന്. അങ്ങനെ അള്ളാന്റെ സ്നേഹമുള്ളതാണെങ്കിൽ പള്ളിക്ക് വരൂലേ? ഈ നിസ്കരിക്കാത്തവരോട് അള്ളാന്റെ പള്ളിയാണ് ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തല്ല, ഇവർക്കെന്ത് പള്ളി? ഇവർ ബിസിനസ്, ഇവരുടെ കച്ചവടം, ഇവരുടെ ജോലി, അത്രയും കുറച്ചും അള്ളാഹിനോട് സ്നേഹമുണ്ട് ഇങ്ങനെ പള്ളിക്ക് നിസ്കരിക്കാൻ വരൂലേ? അതേപോലെ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ സമ്പത്ത് മോഷ്ടിച്ച ആളുടെ കൈ മുറിയാനും കൈ പൊളിയാനും കൈ പൊട്ടാനും വേണ്ടി കൂടെയുള്ള ആളുകൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഅൽഹു ബിഹി കദാ, അല്ലാഹു അവരെ നശിപ്പിക്കണേ റബ്ബേ എന്നൊക്കെ ദുആ ചെയ്തു. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ദുആ ചെയ്യാൻ തുടങ്ങി, അല്ലാഹുമ്മ ഇൻ കാന ഹമലഹു അലാ അഖദിഹാ ഹാജ, അല്ലാഹുവേ എന്റെ തലപ്പാവിന്റെ അകത്ത് ഞാൻ സൂക്ഷിച്ച ഈ ക്യാഷ് മോഷ്ടിച്ച മോഷ്ടാവിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹുവേ അതിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കൊണ്ടുപോയ പൈസ തലപ്പാന്ന് മോഷ്ടിച്ചില്ലേ, അയാൾക്ക് നീ ബറക്കത്ത് കൊടുക്കുക, എന്റെ കട്ടോണ്ട് പോയ ക്യാഷിൽ ബറക്കത്ത് കൊടുക്കുക. എന്നാൽ ഇനി അയാള് മോഷ്ടിച്ചത് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ ജുമാ നിസ്കരിക്കുമ്പോ അള്ളാനെ വെല്ലുവിളിച്ചിട്ട് പള്ളി ഉസ്താദുമാരെ ലാപ്ടോപ്പും മൊബൈലും കട്ടുകൊണ്ടു പോകുന്ന വെല്ലുവിളിച്ചിട്ട് ധിക്കാരത്തോടെ ചെയ്തതാണെങ്കിൽ, ധിക്കാരത്തോടെ ചെയ്യാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ദുആ ചെയ്യാ? എന്താ ദുആ ചെയ്യാ? എന്നാ പിന്നെ കൈ പൊളിച്ചോട്ടെ അല്ലേ? ആവശ്യത്തിനാണെങ്കിൽ ബർക്കത്ത്, അള്ളാഹുള്ള ധിക്കാരത്തിനാണെങ്കിൽ കൈ പൊളിച്ചോട്ടെ, അങ്ങനല്ല ഉപരി ദുആ ചെയ്തത്. وإن كان حملته جراءة على الذنب فجعلها آخر ذنوبه, അല്ലാഹുവേ ഇത് അയാളുടെ അവസാനത്തെ തെറ്റാക്കണേ അല്ലാ, ഇനി ഒരു തവണ തെറ്റ് ചെയ്യാൻ നീ അയാൾക്ക് അവസരം നൽകല്ലേ റബ്ബേ. എത്ര മനോഹരാണ്! ഇതാണ് സ്വൽസ്വഭാവത്തിന്റെ ലക്ഷണം. നമ്മുടെ പൊന്ന് അലക്കാൻ വേണ്ടി സ്വർണം ഊരി വെച്ച് ഒരു സഹോദരി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഡ്രസ്സ് അലക്കുമ്പോ വാഷ് ചെയ്യുമ്പോ പഴയ കല്ലിൽ ഇങ്ങനെ അലക്കുമ്പോ വള കൊണ്ടിട്ട് തേയ്മാനം സംഭവിക്കൂലേ? അപ്പൊ ആ തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടി കയ്യിലുള്ള വള അലക്കുന്ന കല്ലിൽ വെച്ച് ഊരി വെച്ച് ഡ്രസ്സ് ഇങ്ങനെ വാഷ് ചെയ്തു. ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് അത് എടുക്കാൻ മറന്നുപോയി.
വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ ഒരു ചെറിയൊരു ഗ്രാമ തേയ്മാനം സംഭവിക്കുന്നതിനെ പേടിച്ചിട്ട് വെച്ചതാണ്. പിറ്റേ ദിവസം പോകുമ്പോ ഇവിടെ വള തന്നെ ഇല്ല. വള പോയി. ചെറിയൊരു കഞ്ചൂസ് കാണിച്ചതാണ്, കഞ്ചൂസ് തരം കാണിച്ചതാണ്. കൊണ്ട് രണ്ട് പിഷ്കന്മാർ ഒരു വീട്ടിൽ കൂടി. എത്ര 2 പിഷ്കന്മാർ, ലോക പിഷ്കന്മാര് ഒരു വീട്ടിൽ കൂടി. ഇതുപോലെ വീട് രാത്രിയാണ്. 2 പിഷ്കന്മാര് സംസാരിക്കാൻ വേണ്ടി കൂടിയപ്പോ എന്തായി, മഹാപിഷ്കൻ ലൈറ്റ് ഓഫ് ചെയ്തു. നമ്മൾ രാത്രി സംസാരിക്കുമ്പോൾ ലൈറ്റിന്റെ ആവശ്യം എന്താ? ആ പൈസ നമ്മൾ കുറച്ച് ലാഭിച്ചുകൂടെ? പൈസന്റെ ആവശ്യം, ലൈറ്റിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇരുട്ടത്ത് കുറെ സംസാരിച്ചപ്പോ എന്തോ ഒരു ആവശ്യത്തിന് ലൈറ്റ് ഇടാൻ വേണ്ടി തീരുമാനിച്ചോ മറ്റേ പിഷ്കം ലൈറ്റ് ഇടല്ല. അതെന്തെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഇരുട്ടത്ത് സംസാരിക്കുമ്പോ കുപ്പായത്തിനും തുണിയുടെ ആവശ്യമില്ലല്ലോ, ഞാനതങ്ങോട്ട് മാറ്റി വെച്ചു, തേയ്മാനം സംഭവിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതേപോലെ ഇങ്ങനെയൊക്കെ പിഷ്കന്മാരുണ്ടാകും. ഇവിടെ ചെറിയൊരു ഗ്രാമ തേയ്മാനം സംഭവിക്കുന്നതിനെ പേടിച്ചു വെച്ചതാണ്. അത് അള്ളാഹ് കൊണ്ടുപോയി, ആരോ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ വിഷമം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ സഹോദരിയോട്, എന്തായാലും പോയില്ലേ, അത് സ്വതക്കയായിട്ട് കൂട്ടിയേക്ക്. അപ്പൊ സഹോദരി പറയാണ്, അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടില്ലെങ്കിൽ സ്വതക്കായിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാ, നമ്മളിങ്ങനെയൊക്കെയാണ്. കിട്ടുകയാണെങ്കിൽ എനിക്ക് കിട്ടിക്കോട്ടെ, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വതക്കായിക്കോട്ടെ. അപ്പൊ അങ്ങനെയല്ല മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത്, വഇൻ കാന ഹമലതുഹു ജറാഅതൻ അല ദംബി ഫജഅൽഹാ ആഖിറ ദംബിഹി. അല്ലാഹുവേ, ആഖിറ ദുനൂബിഹി, അല്ലാഹുവേ, ഇയാളെ നിന്നോടുള്ള ധിക്കാരത്തോടെ നിന്നെ വെല്ലുവിളിച്ച് സ്ഥിരം ചെയ്യുന്ന സ്ഥിരം പല്ലവിയാണെങ്കിൽ ഇനി ഒരു തവണ ആവർത്തിക്കാൻ അവസരം നൽകരുത്. ഇത് അയാളുടെ അവസാനത്തെ തെറ്റാക്കി അതിൽ നിന്ന് തൗബ ചെയ്ത് നന്നാവാൻ നീ അയാൾക്ക് അവസരം നൽകണേ അല്ലാ. ആവശ്യത്തിന് വേണ്ടി എടുത്തതാണെങ്കിൽ അതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇതായിരിക്കണം ഒരു മുഅ്മിനിന്റെ യഥാർത്ഥ മുഅ്മിനിന്റെ ലക്ഷണം. ഇതാണ്. 1, 2, 3 സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി യമാമയിലെ സുമാമ എന്ന് പറയുന്ന രാജാവ് അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി ഒരു വാളും കയ്യിൽ പിടിച്ച് മദീനയിൽ റോന്തു ചുറ്റുകയാണ്. ഒരുപാട് സ്വഹാബാക്കളെ വധിച്ച ആളാണ്. സ്വഹാബാക്കളെ വധിച്ചിട്ടുണ്ട്. ഇസ്ലാമിനോട് കൊടിയ ശത്രുതയുള്ള ആളാണ്. എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ ഹബീബിനെ വധിക്കണമെന്ന് തക്കം പാർത്തിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളെ മദീനയുടെ പോലീസുകാർ, ഹബീബിന്റെ പട്ടാളക്കാർ അഥവാ മാന്യന്മാരായ സ്വഹാബാക്കൾ ഈ സുമാമ രാജാവിനെ പിടിക്കുകയുണ്ടായി. കൈയും കാലും ബന്ദിയാക്കി മദീനയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ കെട്ടിയിട്ടു, കൈയും കാലും കെട്ടിയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിലൂടെ നടന്നു വരുമ്പോൾ സുമാമയെ കാണാനിടയായി. യമാമ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവാണ് അയാൾ. കൈഫ ബിക യാ സുമാമ, സുമാമ എങ്ങനെയുണ്ട്, സുഖമാണോ? സുമാമ പറഞ്ഞു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ എന്നെ വധിക്കുകയാണെങ്കിൽ താങ്കൾ ചെയ്യുന്നത് നീതിയാണ്. മൂപ്പർക്ക് അറിയാം ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളെ കൊന്നിട്ടുണ്ട്. മൂപ്പർക്ക് അറിയാം നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ അത് നീതിയാണ്. നിങ്ങൾ ഒരിക്കലും തെറ്റുകാരാവൂല. കാരണം അത്രയും മുസ്ലിമീങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ നിങ്ങൾ മാന്യനായ വ്യക്തിയാണ് മുഹമ്മദേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ സ്വഹാബാക്കളോട് പറഞ്ഞു, തുമാമക്ക് നല്ല ഭക്ഷണം, നല്ല പാല്, നല്ല ഈത്തപ്പഴം നൽകാൻ. ഒരു ദിവസം അവിടെ കെട്ടിയിട്ടു. രണ്ടാമത്തെ ദിവസം വരുമ്പോൾ അവിടെ തന്നെയുണ്ട് തുമാമ. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, കൈഫ ബിക യാ തുമാമ, തുമാമ സുഖം തന്നെയാണോ, എന്തുണ്ട് വിശേഷങ്ങൾ? സുമാമ പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നീതിയാണ്, തെറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇനി നിങ്ങൾ എനിക്ക് മാപ്പ് നൽകിയാൽ നിങ്ങൾ മാന്യനായ വ്യക്തിയാണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അന്നും ഇന്നലെ പറഞ്ഞതുപോലെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസവും സുമാമയെ കണ്ടു. കൈഫ ബിക യാ തുമാമ, സുമാമ ഇന്നലത്തെ അതേ മറുപടി പറഞ്ഞു. അപ്പൊ സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സുമാമയെ വിട്ട് കളഞ്ഞേക്ക്. സുമാമയുടെ ബന്ദിയാക്കിയ കൈയിന്റെയും കാലിന്റെയും ചങ്ങലകൾ മാറ്റി അയാളെ വെറുതെ വിട്ടേക്ക് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ സുമാമ സന്തോഷത്തോടെ മദീന പള്ളിയിൽ നിന്ന് ഓടിപ്പോവുകയാണ്. നബി തങ്ങളെ വധിക്കാൻ വന്ന ആളുകൾക്ക് നബി കൊടുക്കുന്ന പെരുമാറ്റമാണ്. നമ്മൾ നബി തങ്ങളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഗുണ്ടായിസം നടത്തുക, കൈവെട്ടാനും തലവെട്ടാനും പോവാം. നബി തങ്ങളെ ആക്ഷേപിച്ചു, ദീനിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 4-5 ആളുകൾ കൂടി ഇടിക്കുക, കുത്തുക, വെട്ടുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഇത് ഏത് മതമാണ്? ഇത് ഏത് മതമാണ്? ഏത് മതം ഇത് പഠിപ്പിച്ചത്? ഇസ്ലാം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതുവരെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്ലാമാണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടോ?
കൈവെട്ടാനും കാലുവെട്ടാനും തലവെട്ടാനും ഒക്കെ ഇസ്ലാമിന് പറഞ്ഞിട്ടുണ്ടോ? നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നബി തങ്ങളെ വധിക്കാൻ വന്ന ആളാണ് ഇയാളോടാ നബി തങ്ങൾ പറയുന്നത് പോയിക്കോ, ഇതൊന്നും ചെയ്യുന്നില്ല, പോയിക്കോ. സുമാമ നേരെ പോയി തൊട്ടടുത്തുള്ള തോട്ടത്തിൽ കയറി അവിടെയുള്ള വെള്ളം ഉപയോഗിച്ച് മനോഹരമായി കുളിച്ച് വുളൂ ചെയ്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത്തരം സ്വഭാവക്കാരായ ഒരുപാട് ആളുകൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത്തരം ആളുകൾക്ക് ഹബീബ് പഠിപ്പിച്ച സ്വഭാവം കാണിച്ചു കൊടുത്ത് ഇസ്ലാമിന്റെ മഹിതമായ സംസ്കാരം കാണിച്ചു കൊടുത്ത് അവർക്ക് നന്മയുടെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ മുഅ്മിനീങ്ങളെ? അവർക്കറിയാഞ്ഞിട്ടാണ്, ഇസ്ലാമിന്റെന്ന് തിരിയാഞ്ഞിട്ടാണ് ആരോ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ എന്തൊക്കെയോ കുത്തിക്കൊടുത്തത്, എന്തൊക്കെയോ ഇഞ്ചക്ട് ചെയ്തത്. അത് വെച്ചവര് വളരെ മോശമായി പെരുമാറുമ്പോ അതിന് നമ്മൾ അതേ നാണയത്തിൽ തിരിച്ചു മറുപടി പറഞ്ഞാലോ? അപ്പൊ ഒന്നും കൂടി ശത്രുത കൂടുകയാണ്. അതിന് പകരം ഒന്ന് മാന്യമായി ക്ഷമിച്ച് അവർക്ക് വളരെ സൽസ്വഭാവത്തോടുകൂടി അവരോട് പെരുമാറിയാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവസരമുണ്ടാകും. ശത്രുത മാറി ഇസ്ലാമിന്റെ സുഹൃത്തുക്കളായി മാറാൻ അയാൾക്ക് കഴിയും. ഇബ്രാഹിം ഹാജിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോ അവിടെ ഒരു ഹൈന്ദവ സഹോദരനുണ്ട്. എന്തായിരുന്നു പേര്? ഗോപാലൻ അല്ലേ? ഗോപാലൻ. അപ്പൊ ഗോപാലൻ എന്റെ വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കൂടെ ജീവിക്കുന്നു. നമ്മുടെ അടുത്തറിഞ്ഞത് കൊണ്ടാണ്. അതുപോലെ എല്ലാ നാട്ടിലും ഇത്ര ആളുകൾ. കൂമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് വാല് പറഞ്ഞപ്പോ അവിടെ രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. രാഹുൽ, അവന്റെ ജ്യേഷ്ഠന്മാരൊക്കെ RSSകാരാണ്. അവനാണ് വാദിന്റെ സദസ്സിൽ വളണ്ടിയർ കാർഡ് വിട്ടിട്ട് വണ്ടിയൊക്കെ വരുമ്പോ ഓടിക്കൊണ്ട് സ്വീകരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്നിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും. ദാറുൽ ഹുദ സമ്മേളനത്തിന് ഞാനിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോ രാഹുൽ വന്നിട്ട് കയ്യിലും തന്നിട്ട് സംസാരിച്ചു. ദാറുദയുടെ സമ്മേളനത്തിനുണ്ട് രാഹുൽ. എന്തേ? നല്ല നമ്മുടെ അടുത്ത് ഇടപഴകുമ്പോ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ഇതിൽ പ്രശ്നമില്ല, ഇതിൽ കുഴപ്പമില്ല എന്ന് തിരിച്ചറിയാൻ ദൂരെ നിന്ന് നോക്കുമ്പോ ആളൊക്കെയോ പറഞ്ഞത് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ എല്ലാ നാട്ടിലുണ്ട്. അങ്ങനെ പല നാടുകളിൽ എനിക്കറിയാം. പല ആളുകൾ, മുസ്ലിം സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നവർ, ഒന്നിച്ച് ജീവിക്കുന്നവർ. ഇതേപോലെ എടുത്ത് തോടന്നൂര് അതിൽ പോയപ്പോ അവിടെയുണ്ട് കൂടെ ഭക്ഷണം കഴിക്കാനുണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾ. അപ്പൊ ഇങ്ങനെയല്ലേ നമ്മൾക്ക് ജീവിക്കേണ്ടത്? ഇങ്ങനെ ആയിരുന്നില്ലേ നമ്മുടെ സംസ്കാരം? ഇതൊക്കെയല്ലേ നമ്മുടെ ഉപ്പമാരൊക്കെ ചെയ്തു വന്നത്? ഇങ്ങനല്ലേ? ഇപ്പോ അടുത്ത കാലത്തല്ലേ വർഗീയതയും പിന്നെ തീവ്രവാദങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടതും നമ്മൾക്കിടയിലുള്ള ബന്ധമൊക്കെ പിന്നെ വർഗീയതയിലേക്കൊക്കെ മാറിയത്, പരസ്പരം കണ്ടുകൂടാത്ത രീതിയിലേക്കൊക്കെ മാറിയത്. അപ്പൊ നമ്മൾ സ്വയം മാറാൻ തയ്യാറാണ്. എന്നിട്ട് ഇസ്ലാമിന്റെ ഈ വെളിച്ചം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റൊരു സംഭവം കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മക്കയിൽ നിന്ന് പരിശുദ്ധ ഹബീബിനെയും മഹാന്മാരായ സ്വഹാബാക്കളെയും മദീനയിലേക്ക് ആട്ടിവിടുകയാണ് അല്ലേ? അങ്ങനെയല്ലേ സംഭവിച്ചത്? 13 വർഷക്കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, വേറെ ഒരാളെയും ആരാധിക്കല്ല. എന്നാൽ ആരാധിക്കുന്ന ആളുകളോട് വാളും കത്തിയും പിടിച്ച് വാടാ ഇത് നിങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞ് നെറ്റിച്ചിട്ടോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവരോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കണം. വിശ്വസിച്ചവരൊക്കെ കൂടെ നിന്നു, വിശ്വസിക്കാത്തവരെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ ചേക്കേറാം, ഹൈന്ദവനാകാം, ക്രൈസ്തവനാകാം, സിഖുകാരനാകാം. ഓരോ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അതിലിടപെടാൻ പാടില്ല. അത്തരം സമീപനം മക്കയിൽ നടത്തുമ്പോൾ വരെ മുസ്ലിമായ ആളുകളെ വളരെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സ്വഹാബാക്കളെയും വധിക്കാൻ തുടങ്ങി. എന്നിട്ട് ജനിച്ച നാട്ടിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിച്ചു. ജനിച്ച നാട്ടിൽ നിന്ന് പോകുമ്പോൾ എത്ര വിഷമമുണ്ടാവും അല്ലെ? സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ. സമ്പത്തിവിടെ, വീടിവിടെ, കൃഷിയുടെ, കച്ചവടവിടെ ഒന്നുമില്ലാതെ വെറും കൈകളുമായിട്ടാണ് സഹാബാക്കളും അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പോയത്, ഒന്നുമില്ലാതെ. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവിടുന്നും സ്വസ്ഥത നൽകിയില്ല ഈ മക്കക്കാരായ മുശ്രിക്കീങ്ങൾ. അതൊക്കെ പോകട്ടെ, ഒരു 7 വർഷം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ 10,000 സ്വഹാബാക്കളായി. ആ സ്വഹാബാക്കളെയും കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുന്ന രംഗം ചരിത്രത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്.
എന്ത് ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാറ്റിനെയും വെട്ടി നിരപ്പാക്കാൻ കഴിവും ആർജവവും തന്റെ ഇടവുമുള്ള വീരശൂര പരാക്രമികളായ സഹാബാക്കളാണ് കൂടെയുള്ളത്. നബി തങ്ങൾ തല താഴ്ത്തി ഈ തലപ്പാവിന്റെ ഷാൾ നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ പൂഞ്ഞയിലേക്ക് തട്ടി. എന്തിനാ തല താഴ്ത്തിയത്? ഇങ്ങനെ നെഞ്ചുവിരിച്ച് വരുമ്പോ ഇവിടെയുള്ള അവിശ്വാസികളായ ആളുകൾ പേടിക്കരുത്, അവർക്ക് പേടി തോന്നരുത്. ഞാൻ നിങ്ങളോട് പകരം വീട്ടാൻ വരുന്നവനല്ല, ഞാൻ സമാധാനവുമായിട്ട് വരുന്നവനാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തല താഴ്ത്തിയിട്ട ഒട്ടകത്തിൽ നിന്ന് നേരെ മക്കയിലേക്ക് കയറിയത്. എന്നിട്ട് മക്കക്കാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവരൊക്കെ പേടിച്ചു വിറക്കാൻ, അവരൊക്കെ തല പോകുമെന്നുള്ള ഭയമാണ് അവർക്ക്. അവര് പറഞ്ഞു, അൻത അഖുൻ കരീം വബ്നു അഖിൻ കരീം, നല്ല ഉപ്പയുടെ നല്ല മകനാണ്, ഞങ്ങൾ നല്ലതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ഇദ്ഹബൂ ഫഅൻതും തുലഖാ, നിങ്ങളെ ഒരാളെയും ഇന്ന് ഒരു ദ്രോഹമോ ഒരു പീഡനമോ ഒരു വെട്ടോ ഇല്ല, നിങ്ങൾ സ്വതന്ത്രരായി ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്വതന്ത്രരാക്കി വിട്ടു. ഒരാളെ നബി തങ്ങൾ തൊട്ടില്ല. എല്ലാവർക്കും സന്തോഷമായി. എന്നിട്ട് മക്കയിൽ ജീവിക്കുമ്പോ ഒരാൾ ഫുലാല എന്ന് പറയുന്ന ഒരു അവിശ്വാസി അള്ളാഹുവിന്റെ ഹബീബിനോട് കൊടിയ ശത്രുതയുള്ള ഒരാളായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് രാത്രി തവാഫ് ചെയ്യുന്ന സമയം നബി തങ്ങൾ ഒറ്റയ്ക്ക് എവിടെ എത്തുന്നു എന്ന് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. 4-5 ദിവസം നബി തങ്ങൾ രാത്രി ആരാരുമില്ലാതെ ഉറങ്ങുന്ന സമയത്ത് തവാഫിന് പോകുന്നത് കാണാനിടയായി. അപ്പോ ഇയാള് പ്ലാൻ ചെയ്തു, എല്ലാവരും ഉറങ്ങുമ്പോൾ നബി തങ്ങൾ വെട്ടാൻ എളുപ്പമാണ്. കത്തി പിടിച്ചു, കടാര പിടിച്ചു, കഅബയുടെ കില്ലയിൽ മറഞ്ഞു നിന്നു. അള്ളാഹുവിന്റെ ഹബീബ് പതിവ് പോലെ തവാഫ് ചെയ്യാൻ വന്നു. 1ാമത്തെ തവാഫ് കഴിഞ്ഞു, ഒട്ടണമെന്നുണ്ട്, ധൈര്യം വന്നില്ല. 2ഉം 3ഉം 4ഉം 5ഉം കഴിഞ്ഞു, ധൈര്യം വന്നില്ല. പിന്നെ ധൈര്യം സംഭരിച്ച് ഹബീബിന്റെ മുമ്പിലേക്ക് ചാടി വീണപ്പോ വിറച്ചുകൊണ്ട് കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. ഫുലാല, നബി തങ്ങൾക്കറിയാം ഫുലാല അള്ളാഹുവിന്റെ ഹബീബിനോട് ശത്രുത വെച്ച് ജീവിക്കുന്ന ആളാണെന്ന്. ഫുലാല എന്താ ഇവിടെ? ഞാൻ തവാഫ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ വാളോ? ഫുലാല ആരും കണ്ടിട്ടില്ല, ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഫുലാല വേഗം പോയിക്കോ. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹദി ഖൽബഹ, അല്ലാഹുവേ ഈ ഫുലാലയുടെ ഖൽബിന് വെളിച്ചം കൊടുക്കണേ. ഫുലാല ഓടുന്ന വഴിയിലാണ് ഒരു വ്യഭിചാരി പെണ്ണ് ഫുലാലയെ വിളിക്കുന്നത്. ഒരു വ്യഭിചാരി പെണ്ണ് സ്ഥിരം വ്യഭിചരിച്ചിരുന്ന ഒരു വീട്ടിലെ പെണ്ണ് വിളിച്ചു, ഫുലാല ഇന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. ഞാനില്ല, ഇനി മേലാൽ നിന്റെ വീട്ടിലേക്ക് ഞാനില്ല. നേരെ പോയി കുളിച്ചു വൃത്തിയായി നബി തങ്ങളുടെ സമീപത്തേക്ക് വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബി തങ്ങളെ വധിക്കാൻ ഉരുപ്പിടിച്ച വാളുമായി വന്ന വ്യക്തി നിമിഷങ്ങൾക്കകം ഹബീബിന്റെ സ്വന്തക്കാരനായി മാറി. എങ്ങനെ സ്വൽസ്വഭാവം കൊണ്ട്. ഈ ഒരു സ്വഭാവത്തിന്റെ ഉടമകളായി ഞാനും നിങ്ങളും മാറണം.